സോ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈനോസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാർഡ് കോർ സീരീസിൻ്റെ നെക്സ്റ്റ് ഒരു എപ്പിസോഡും കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരെല്ലാവരും പോയി കഴിഞ്ഞ എപ്പിസോഡ് കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രീഡർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നല്ല കാര്യങ്ങളായിട്ടും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല എഫിഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വെറുതെ മൈനിങ്ങിനും കാര്യങ്ങളൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് നമുക്ക് കുറേ വില്ലേജറിനും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൽ കുറേ 3-4 പേർക്ക് ജോബും കാര്യങ്ങളും കിട്ടി. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബാക്കിയുള്ളവർക്കൊന്നും ജോബും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് വില്ലേജ് അടുത്തായത് കൊണ്ടായിരിക്കാം, കറക്റ്റ് അറിയില്ല. അതുപോലെ നമ്മൾ ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം മൈനിങ്ങിന് വെറുതെ ഇറങ്ങിയപ്പോൾ കണ്ടത് ആ ഒരു ഏരിയയിലായിട്ടാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ മൈനിങ്ങിന് പോയത്. അപ്പോൾ അത്യാവശ്യം കുറേ ദൂരം കാര്യങ്ങളൊക്കെ അടിയിലേക്ക് പോയി. പക്ഷെ സത്യം പറയാൻ ഗൈസ്, ഒരു തേങ്ങ കിട്ടിയില്ല. ഈ ഒരു മൈനിങ് ഏരിയയിൽ നമുക്കൊന്നും കിട്ടിയില്ല. ബട്ട് ഗൈസ്, നമുക്കപ്പോൾ നമ്മളെ തൊട്ട് മേലെ നിന്നുള്ള കുറച്ച് അപ്പുറത്ത് നമ്മൾ വേറെ ഒരു മൈനിങ് ഏരിയയും കൂടെ നമ്മൾ നോക്കി. അവിടെ നമുക്ക് നല്ല അത്യാവശ്യം ഇത് നമുക്ക് അവിടെ പോയപ്പോൾ അവിടെ കുറേ സോംബിയും കാര്യങ്ങളെയും കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഗൈസ്. ഇതിൽ നമ്മുടെ സ്മൈത്ത് അങ്ങനെ കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ രണ്ടാമത് പോയ മൈനിങ് ഏരിയ. ഇതിൽ നമ്മളങ്ങനെ കുറേ ദൂരം പോയപ്പോൾ നമുക്കൊരു ചെറിയൊരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗുഹ വഴി പോയപ്പോൾ അടിയിലേക്ക് കുറച്ചൊരു ഓപ്പൺ സ്പേസ്, പക്ഷെ അത്രയും ദൂരമൊന്നും ഇല്ല. ആകെ ഒരു ഡയമണ്ടും കാര്യങ്ങളും കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഗൈസ്, വെറുതെ ഇത് കണ്ടൻറ്റാക്കി ഇടണ്ട, ആകെ ഒരു ഡയമണ്ടും പിന്നെ 8 ഗോൾഡോ കാര്യങ്ങളൊക്കെ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നമ്മളത് കണ്ടൻറ്റും കാര്യങ്ങളാക്കിയില്ല. ഇനി എന്തായാലും നമുക്ക് കുറേ ദൂരം കൂടെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലുതായിട്ട് നമ്മളൊന്നും പ്ലാനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു നമ്മൾ ഇതിൽ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നൊരു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ കഴിഞ്ഞ മൈനിങ് ഏരിയ പോയിട്ട് നമുക്ക് 61 അയണും അതേപോലെ റെഡ് സ്റ്റോണും ലാപ്പിസും അതുപോലെ 8 ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം നമ്മുടെ ഫാം ഉണ്ടാക്കാനുള്ള സ്ഥലത്ത് പോയതിനു ശേഷം കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ വില്ലേജിൻ്റെ ഒരു സൈഡിൽ പോയി നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐലൻഡ് എന്നൊന്നും പറയാനില്ല, കുറച്ചൊരു വെള്ളത്തിലേക്ക് ഒരു ഇതാക്കി വെക്കുന്ന ഒരു പോർഷനും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതുപോലെ നമുക്ക് ഷുഗർ കെയിൻ കുറേ വേണം ഗൈസ്, കാരണം നമുക്ക് കുറേ ബുക്കും കാര്യങ്ങളും വേണം. നമുക്ക് ട്രേഡ് ഹാളും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യണതുകൊണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായി കുറേ വേണം. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് ആദ്യം തന്നെ പോയി കുറച്ച് ബക്കറ്റ് ഓഫ് വാട്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, കാരണം ഇവിടെയൊക്കെ ക്ലിയർ ആക്കി ഇടണം. ഇവിടെയാണ് നമ്മൾ ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബക്കറ്റും കാര്യങ്ങളും എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ചെടുക്കാം. അതേപോലെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരെല്ലാവരും പോയി കഴിഞ്ഞ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ വീഡിയോ എല്ലാം വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ വാട്ടറും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം ഇവിടെ ക്ലിയറും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കാം. ഇവിടുത്തെ ഗ്രാസും കാര്യങ്ങളൊക്കെ പോക്കി വേഗം നമുക്കിവിടെ ചെയ്ത് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ അടുത്ത എപ്പിസോഡും കാര്യങ്ങളൊക്കെ എന്ത് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം നമുക്ക് എന്തൊക്കെ ഈ ഹാർഡ് കോർ സീരീസിൽ ഉണ്ടാക്കാമെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളതൊക്കെ നമ്മൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുപോലെ നമുക്ക് അയൺ ഫാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. വേഗം നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ ഫുൾ അങ്ങോട്ട് വേഗം വൃത്തിയാക്കി കൊടുക്കുക. അങ്ങനെ കേസ് നമ്മൾ ഈ ഏരിയ ഒക്കെ ഏകദേശം ഫുള്ള് റെഡിയാക്കിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാൻഡും കാര്യങ്ങളൊക്കെ സാൻഡ് അതേപോലെ ഗ്രാവലും കാര്യങ്ങളൊക്കെ മുറിച്ചെടുക്കണം, അതുപോലെ പൊട്ടിച്ചളയണം. എന്നിട്ട് അവിടെ ഡേറ്റ് വെക്കണം. എന്തായാലും നമുക്കിനി ഈ ഗ്രാവലും കാര്യങ്ങളൊക്കെ കുഴിച്ച് ഡേറ്റ് വെച്ചതിന് ശേഷം കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഉറങ്ങി അതേപോലെ രാവിലെയായി നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ അവിടെ കുറേ കുഴിയും കാര്യങ്ങളൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട്. എന്തായാലും നമുക്ക് ഓരോരോ കുഴിയിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം നമ്മുടെ ഫാമിലി ആൻഡ് ഇതാക്കി ഇരിക്കാൻ. അതുപോലെ ഇവിടെ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മൾ അടുത്തായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് മാറ്റി കുഴിച്ചു കൊടുക്കുക. നമ്മൾ അവിടെ അങ്ങ് കുഴിച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെയും കൂടെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ വേഗം ഒഴിച്ചു കൊടുത്ത് നമുക്ക് എന്തെങ്കിലും ഹോയും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം. പൈസ അങ്ങനെ ഹോയും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഫാം ലാൻഡിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മളിൽ ക്യാരറ്റും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമ്മുടെ ബ്രീഡർ ഫാമിലും കാര്യങ്ങളിലൊക്കെ വെച്ച് കൊടുത്തോണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീറ്റ് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീറ്റ് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഡേട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വേഗം നമുക്ക് ഹോയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഞാൻ വേറെ വല്ല ഗെയിമും കളിക്കണം, അങ്ങനെ നമ്മൾ റോബ്ലോക്സ് കളിച്ചാലോ എന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റോബ്ലോക്സിൻ്റെ വീഡിയോ വേണോ അതൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും, നമ്മളെന്തായാലും കളിക്കുന്നതാണ്. എന്തായാലും നമ്മൾ അവിടെയും കൂടെ വേഗം സെറ്റായി ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇനി എന്തായാലും നമുക്ക് വേഗം ചെയ്ത് കൊടുക്കാം. ഇനി എന്തായാലും ഗൈസ് നമുക്ക് വേഗം ചെയ്ത് കൊടുത്തതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി എന്തായാലും വേഗം നമുക്കിവിടെ നമ്മുടെ സീഡും കാര്യങ്ങളൊക്കെ നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ വീറ്റ് സീഡും കാര്യങ്ങളാണ് നട്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീറ്റ് സീഡും കാര്യങ്ങളൊക്കെ വേഗം പോയി എടുത്തതിന് ശേഷം കാണാം. പൈസ അങ്ങനെ നമ്മൾ വീറ്റ് സീഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വേഗം പോയി നമ്മുടെ വീറ്റ് സീഡും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി നട്ടു കൊടുക്കാം. അതേപോലെ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അവിടെയൊക്കെ കുറേ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ ഫാം. ഇതൊന്നും പോരാ, നമുക്ക് നന്നായി വലുതാക്കി കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് റേറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഇവിടെ നമ്മുടെ സീഡും കാര്യങ്ങളും നട്ടു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ബാക്കി ഇനി 10, 9 അത്ര സീഡും കാര്യങ്ങളുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സീഡും കൂടെ എടുത്തിട്ട് വരേണ്ട വരും ഗൈസ്. അപ്പോൾ ഇച്ചിരി സീഡ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു രൂപ പോലും തീർക്കാൻ പറ്റില്ല. എന്തായാലും വേഗം പോയി നമുക്ക് കുറച്ച് സീഡും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് നമുക്കിവിടെ നമ്മുടെ ഷുഗർ കെയിൻ തട്ടൊക്കെ, കാരണം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ട്രേഡ് ഹാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതുകൊണ്ട് എന്തായാലും വേഗം പോയിട്ട് നമുക്ക് നമ്മുടെ സീഡും കാര്യങ്ങളൊക്കെ കുറച്ച് കളക്ട് ചെയ്തെടുത്തിട്ട് ഏകദേശം കാണാം. അങ്ങനെ നമ്മൾ സീഡും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏകദേശം നമുക്ക് 32 സീഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് വേഗം നട്ടു കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു കഴിച്ചാൽ എന്തായാലും ഹാർഡ് കോറാണ്. നമ്മൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, തൊലിഞ്ഞു പോയത് അതിലൊരു മാറ്റമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഗൈസ് നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ തൊലിഞ്ഞു പോവുമോ അറിയില്ല. നമ്മൾ എന്തായാലും വേഗം നമുക്ക് ഇവിടെയും കൂടെ അങ്ങ് നട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഏകദേശം ഇനി ഇതെന്തായാലും പകുതി പോലും ആക്കാൻ പറ്റില്ല, അത്ര പോലും സീഡില്ല. എന്തായാലും നമുക്ക് ഇനി വളർത്തി വലുതാക്കി റെഡിയാക്കി എടുക്കാം. അതുപോലെ ഇനി നമുക്ക് ഇതിലെന്തൊക്കെ, അതുപോലെ അവിടെ അയൻകുളത്തിനെ കൊന്നാലോ ഗൈസ്. കാരണം നമുക്ക് ഈ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ അയൻകുളത്തിന് ഇവിടെ ഉണ്ടായ വലിയ കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അയൻകുളത്തിന് തട്ടിക്കൊല്ലാം. വേഗം പോയി തട്ടി അമ്മേ ഒറ്റയടിക്ക് ആകാശത്തിലെത്തിച്ചു എൻ്റെ അമ്മേ. വേഗം പോ ഓടോട്. അയങ്കോളം ചത്തി വേം പൊങ്ങ് ചാടി കേറി. ഓക്കെ സേഫ്. അയങ്കോളൊക്കെ പറന്നാ വരുന്നു. ഒരു അടി കിട്ടി ആകാശത്തിലെത്തിപ്പോയി. ഒന്നും കൂടെ കിട്ടിയിരുന്ന തീരുമാനമാണ്. ഇപ്പോൾ ഹാർഡ് കോറൊക്കെ ഇവിടെ ഇന്ത്യ ഉണ്ടാകുന്നതിന്. എന്തായാലും നമുക്ക് ഇവനെ കൂടെ കൊല്ലാം. കാരണം നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ അയൻകുളം ഉണ്ടായി അത്ര എഫിഷ്യൻറ്റും കാര്യങ്ങളൊന്നും ആവില്ല. അങ്ങനെ അയൻകുളത്തിന് നമ്മൾ കൊന്ന്, അങ്ങനെ ഈ വില്ലേജത്തെ അയൻകുളത്തിന് നമ്മളിങ്ങനെ കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മളൊരു മറ്റേ വാണ്ടറിങ് ട്രേഡറിനെയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ, ഇതൊന്നും കൊടുത്തിട്ടൊരു തേങ്ങ ആവശ്യമില്ല. ഒരു എമറാൾഡും കാര്യങ്ങളും നിക് നെയിം ചേഞ്ചിങ് കാർഡ് ഗൈസ്, നെയിം ടാഗ് ഗൈസ്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് നെയിം ടാഗ് വേണം. നമ്മുടെ അയൺ ഫാമിന് എന്തായാലും നെയിം ടാഗ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും വേഗം പോയി നമുക്ക് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. 2000 years later. അപ്പോൾ ഗൈസ് അങ്ങനെ വേഗം നമ്മൾ നമ്മുടെ ബോട്ടിലും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൈസ് എന്തായാലും നമുക്ക് നെയിം ടാഗും കാര്യങ്ങളും കിട്ടിയത് എന്തായാലും അടിപൊളിയായി ഗൈസ്. കാരണം നമ്മുടെ അയൺ ഫാം ചിലതൊന്നും പ്രോപ്പറായി വർക്കാവൂല നെയിം ടാഗും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. ഇനി നെയിം ടാഗ് നമുക്ക് എന്തായാലും അയൺ ഫാമിന് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ചെയ്ത് നമ്മളൊരു എമറാൾഡും കാര്യങ്ങളും നമ്മുടെ സർവൈവൽ വേൾഡിൽ നമ്മൾ മേടിച്ചിരിക്കുകയാണ്. എന്തായാലും അതിപ്പോൾ തന്നെ തീരുകയും ചെയ്യും. നമ്മുടെ നെയിം ടാഗും കാര്യങ്ങളും മാച്ച് അത് തീരുകയും ചെയ്യും. ഒരു ബോട്ടിലും കൂടെ കൊടുത്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് ഒരു ബോട്ടിലും കാര്യങ്ങളും കൂടെ കൊടുത്ത് നോക്കാം. യെസ് ഗൈസ്, അങ്ങനെ ഒരു എമറാൾഡ്. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാമത്തെ എമറാൾഡ് അങ്ങനെ സെറ്റാക്കി. ഇനി ട്രേഡ് ചെയ്യാൻ പറ്റില്ല, 2 വട്ടാ പറ്റുള്ളൂ. എന്തായാലും കിട്ടി. ഇനി എന്തായാലും നമുക്ക് പോയി ആ നെയിം ടാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെസ്റ്റിൽ എടുത്തേക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അയൺ ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അതുപോലെ ഇപ്പോൾ ഗൈസ് ഹണി ബീ ഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അതിനെന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തായാലും നമ്മളെ നെയിം ടാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുക. അതുപോലെ നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ പക്ക സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നെയിം ടാഗും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കാം. അതുപോലെ നെയിം ടാഗും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടണും കാര്യങ്ങളൊക്കെ അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ കിടിലും കണ്ടൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫാമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു ദിവസം കിടിലം വീഡിയോ വരുന്നവർക്ക് എല്ലാ കൂട്ടർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.